ഭക്ഷ്യഭദ്രതാ നിയമവും ഇ-പോസ് വഴിയുള്ള റേഷൻ വിതരണവും കേരളത്തിൽ ആരംഭിച്ചപ്പോൾ ഒന്നാം പിണറായി സർക്കാർ റേഷൻ വ്യാപാരികൾക്ക് മിനിമം വേതനം 18,000 രൂപ നൽകുമെന്ന് ഉത്തരവ് പുറത്തുവിട്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ഈ ഒരു ഉത്തരവിൽ 8,500 രൂപ സപ്പോർട്ടിംഗ് മണിയായി പ്രഖ്യാപിക്കുകയും വിൽപ്പന കുറയുന്നതിന് അനുസരിച്ച് സപ്പോർട്ടിംഗ് മണി കുറയുന്ന രീതി വ്യവസ്ഥ ചെയ്തു. അതിൻ പ്രകാരം 60% താഴെ വിൽപ്പന ഉള്ളവർക്ക് 5,100 രൂപ മാത്രമേ സപ്പോർട്ടിംഗ് മണി ലഭിക്കുകയുള്ളൂ. ഏതു കടയിൽ നിന്നും റേഷൻ വാങ്ങണമെന്ന നിയമം നടപ്പിലാക്കിയതോടെ 3,500ഓളം ഏതു കടയിൽ നിന്നും റേഷൻ വാങ്ങാമെന്ന നിയമം നടപ്പിലാക്കിയതോടെ 3,500ഓളം വ്യാപാരികൾക്ക് 6,000 രൂപ മുതൽ 15,000 രൂപയിൽ താഴെ മാത്രമേ ലഭിക്കുന്നുള്ളൂ. കടവാടക, കറണ്ട് ചാർജ്, സെയിൽസ്മാൻ ശമ്പളം തുടങ്ങിയ ചിലവുകൾക്ക് ഈ ഒരു തുക തികയാത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ നഷ്ടം സഹിച്ച് റേഷൻ വ്യാപാരം നടത്തിക്കൊണ്ടു പോകുവാനാകില്ലെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹനൻ പിള്ള ചൂണ്ടിക്കാട്ടി. കൊട്ടാരക്കര താലൂക്കിലെ റേഷൻ വ്യാപാരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റേഷൻ വ്യാപാരികളുടെ വേതനം 30,000 രൂപ ആക്കി വർദ്ധിപ്പിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. താലൂക്ക് പ്രസിഡന്റ് ജയചന്ദ്രൻ കാട്ടാമ്പള്ളി അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി എം റഹീം മുതിർന്ന റേഷൻ വ്യാപാരികൾ ആദരിച്ചു.